2-3 ദിവസമായിട്ട് നല്ല മഴയാണ്, സ്കൂളുകളൊക്കെ അവധിയാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ എന്ന്. വീട്ടിൽ പറഞ്ഞാൽ വിടുമൊന്നുമില്ല, എന്നാലും വളരെ ശ്രദ്ധയോടെ ഒന്ന് പനമരം വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്വന്തം മീനങ്ങാടിയിൽ നിന്നും നമ്മുടെ ചണ്ടക്കുനി വഴി ചെന്നാളി പാലക്കുമല കാരക്കുനി കാര്യമ്പാടി ചോമാടി പനങ്ങണ്ടി കരണി വരദൂര് വഴി മൃഗാശുപത്രി കവലയ്ക്ക് ഇപ്പുറം വണ്ടി ഒന്ന് നിർത്തി. റോഡിന് ഇരുവശവുമുള്ള വയലുകളിലാകെ വെള്ളം കയറി കിടക്കുകയാണ്. അതും കണ്ട് തൊട്ടടുത്ത് ഒരു കടയിൽ കയറിയിട്ടോ. ഒരു ചേച്ചി നടത്തുന്ന കടയാണ്. സഹായത്തിനായി മകനുമുണ്ട്. ഞാനൊരു കട്ടനും അമ്മ ഒരു കാപ്പിയും പറഞ്ഞു. കാപ്പിക്ക് കൂട്ടാൻ അമ്മ ബന്നാണ് പറഞ്ഞത്. അത് അവളങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എന്നോട് അമ്മ പറഞ്ഞു, അമ്മേൻ്റെ ചായ ഇപ്പോൾ ചൂടാറിപ്പോകുന്നു. ഞാനിപ്പോൾ എന്താ കഴിക്കാമെന്ന് നോക്കുമ്പോഴാണ് നല്ല മുരിഞ്ഞു വരുന്ന പക്കവട കണ്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്തോ ചേച്ചി കപ്പ ബിരിയാണിന്ന്. അങ്ങനെ ദേ കിട്ടി കപ്പ ബിരിയാണി. ആഹാ, ഓഹോ, നൈവ. അങ്ങനെ വയറും നിറച്ച് ഞങ്ങൾ പനമരത്തേക്ക് തിരിച്ചു. അവിടെയും പോകുന്ന വഴി സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ, വെള്ളം വെള്ളം സർവത്ര. അത് കണ്ട് ഓരോ ദുരിത കഥകളും പറഞ്ഞ് ഞങ്ങളങ്ങനെ പോകുമ്പോഴാണ് അടിപൊളി പുഴമീനുകൾ ഇങ്ങനെ വരി വരിയായിട്ട് ഇരിക്കണം കണ്ടത്. ആ ചേട്ടന്മാർ അതിലും പൊളിയാണ് കേട്ടോ. ഞങ്ങളോട് പറയാ, വാങ്ങിയില്ലേലും കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ നോക്കിക്കോളിന്ന്. മീൻ വെട്ടുന്ന ചേട്ടനോ പൊപ്പൊളി. അങ്ങനെ ആ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു. വീണ്ടും വണ്ടി ഒന്ന് നിർത്തി. അവിടെയും തഥൈവ, വെള്ളം വെള്ളം സർവത്ര. ആ സമയത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. അമ്മ കുടയെടുത്തു കേട്ടോ. കുടയൊരു കുടയാണ് കേട്ടോ. ചേട്ടായി വന്നപ്പോൾ, അതായത് അമ്മൂൻ്റെ പപ്പ വന്നപ്പോൾ ഊട്ടിന്നോ മറ്റോ ഞങ്ങൾ വാങ്ങിയ കുടയാണ്. കണ്ണൂർ പോയപ്പോൾ എനിക്കൊരു പണി തന്നതാ. ഇപ്പോൾ ദാ കിട്ടി അമ്മൂനും 8 പണി. വേറൊന്നുമല്ല, കുട പപ്പടക്കുടയായി. ഒരു വിധത്തിൽ അതും റെഡിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. തിരിച്ചു പോന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോന്നൽ, മണിവയൽ വരെ ഒന്ന് പോയാലോ എന്ന്. അങ്ങനെ പാലക്കുമലയിൽ മണിവയലിലേക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോൾ പുഴയിലെ വെള്ളം റോഡിലേക്കും വീട്ടിലേക്കും ഒക്കെ കയറിയിരിക്കുകയാണ്. മണിവയലിൻ്റെ ഒരു പ്രത്യേകത ആ നാട്ടുകാരാണ് കേട്ടോ. എന്തിനും ഒരുമിച്ച് നിൽക്കുന്ന സ്നേഹ സൗഹൃദമാണ് അവിടെ. ഇത് മണിവയലിൻ്റെ സ്വന്തം കോയക്ക. ഈ നാടിൻ്റെ ഏതൊരു കാര്യത്തിനും ഈ പ്രായത്തിനും ഓടി നടക്കുന്ന ഒരാളാണ്. കുറച്ചു നേരം അവരുടെ കൂടെ ചിലവഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് സമയമാണേലും കിട്ടുന്ന സമയം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാം അല്ലേ?